നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും എൻ്റെ ആടുകളെ മേയ്ക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കയാൽ, എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. കർത്താവിനെയും ചില ശിഷ്യന്മാരെയും ഒക്കെ വിട്ട് പത്രോസ് ഗലീലയിലേക്ക് വന്നിരിക്കുകയാണ് പഴയ ജോലി ചെയ്യാൻ. 3.5 വർഷം മുമ്പ് ഉപേക്ഷിച്ച പടകും വലയും അദ്ദേഹം പൊടിതട്ടിയെടുത്തു. മറ്റാറ് ശിഷ്യന്മാരെയും കൂടെ കൂട്ടി മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഉപജീവനത്തിന് വേണ്ടിയാണ്. കർത്താവ് പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദയിലും പിന്നെ ശമര്യയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകണം. നിങ്ങൾ പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം, ഞാൻ കൂടെ ഇരിക്കാം എന്ന് യേശു പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ പത്രോസ് അതെല്ലാം മറന്ന്, അല്ലെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഉപജീവനത്തെ വലുതായിട്ട് കണ്ട് അദ്ദേഹം ഗലീലയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ സർവജ്ഞാനിയായ കർത്താവ് ഇത് മനസ്സിലാക്കി ഗലീല കടൽപ്പുറത്ത് വരുമെന്നോ സംസാരിക്കുമെന്നോ ഒന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. ഒരേ ഒരു ചിന്ത മാത്രം, ഉപജീവനത്തിനായിട്ട് മത്സ്യം കിട്ടണം, പിന്നീട് ആ മത്സ്യം കൊണ്ടുപോയി വിറ്റ് അങ്ങനെ എല്ലാവരും കൂടെ പങ്കിട്ടെടുക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. യേശു അധികാലത്ത് വിളിച്ചു ചോദിച്ചു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും കിട്ടിയോ? ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാൻ അല്ല, കൂട്ടാനെങ്കിലും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ അപരിചിതനായ ആള് പറഞ്ഞു, വലത്തു ഭാഗത്ത് വീശുക. അപ്പോൾ അവർ വലത്തു ഭാഗത്ത് വീശി. ഏതോ ഒരു അപരിചിതൻ പറയുന്നു, അത് മൈൻഡ് ചെയ്തില്ലെന്ന് വേണ്ട, വലത്തും ഇടത്തും എല്ലാം വീശിയതാണ്, എന്നാലും വീശി. അപ്പോൾ ഈ വല വലിച്ചിട്ട് പൊക്കാൻ പറ്റുന്നില്ല, അതും വലിയ മീനുകൾ. യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ് കേട്ടോ. പത്രോസ് കടലിൽ ചാടി നീന്തി യേശുവിൻ്റെ അടുക്ക വന്നു. പുറകെ മറ്റ് ശിഷ്യന്മാരും ഈ വലയൊക്കെ വലിച്ച് കൊണ്ടുവന്നു. പെട്ടെന്ന് അവർ എണ്ണി നോക്കി, 153 വലിയ മീനുണ്ടായിരുന്നു. യേശു അവിടെ ഒരു തീക്കനൽ കൂട്ടിയിരുന്നു അവരുടെ തണുപ്പ് മാറ്റാൻ. ഒപ്പം അവർക്ക് കഴിക്കാൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചതല്ലേ, കഴിക്കാൻ അപ്പവും മീനും ഉണ്ടായിരുന്നു. യേശു അവരോട് ആദ്യം പറയുന്നത്, വരിക, വന്ന് കഴിക്കുക എന്നാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു പത്രോസിനോടായി ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കാരണം യേശുവിനെ പിടിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ, ഞാൻ നിന്നോടുകൂടെ മരിക്കാനിരിക്കുകയാണ്, ഇവരിലധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവനാണ്. പക്ഷെ അത് പാലിക്കാൻ കഴിഞ്ഞില്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അതും പോരാഞ്ഞിപ്പോൾ 6 ശിഷ്യന്മാരെ കൂട്ടി തൻ്റെ നാടായ ഗലീല കടലിൻ്റെ തീരത്ത് വന്ന് മീൻ പിടിക്കുക. യേശു പത്രോസിനെയും മറ്റ് ശിഷ്യരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് വന്നത്. യേശു അവരെ വിളിക്കുമ്പോൾ തന്നെ യേശുവിനെ അറിയാമായിരുന്നു ഇവരെത്രയ്ക്കേ ഉള്ളൂ. കർത്താവ് അവരെ ഉപേക്ഷിക്കുന്നില്ല, ശാസിക്കുന്നില്ല, അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പത്രോസിന് മൂന്നാമതും ഈ ചോദ്യം ചോദിച്ചപ്പോൾ പഴയ ആ മഹാപുരുതൻ്റെ മുറ്റത്തെ 3 പ്രാവശ്യത്തെ തള്ളിപ്പറച്ചിലായിരിക്കാം ഓർമ്മ വന്നത്. കർത്താവെ, നീ അറിയുന്നു, എനിക്കെൻ്റെ തീരുമാനങ്ങളെ ഒന്നും പാലിക്കാൻ കഴിയുന്നവനല്ല, പക്ഷേ എനിക്ക് നിന്നോട് ഉള്ളിൽ സ്നേഹമുണ്ട്. ഇത് പത്രോസ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കാം. എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ ചില ആളുകൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം
ക്രൈസ്തവ സഭയുടെ ആഗോള നേതാവായി, എക്കാലത്തെയും നേതാവായി പത്രോസിനെ കർത്താവ് അംഗീകരിക്കുകയാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പത്രോസിനോട് പറയാൻ കാരണം, പത്രോസാണ് പറഞ്ഞത് എല്ലാവരെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കായി മരിക്കാനിരിക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയുള്ള പത്രോസ് മഹാപുരുഷന് മുറ്റത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതുപോലൊരു തീക്കുണ്ടം ഒരുക്കിയിട്ട് ചോദിക്കുകയാണ് 3 പ്രാവശ്യം, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നു. അപ്പോഴാണ് പത്രോസ്, കർത്താവ് നീയെല്ലാം അറിയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ ബലഹീനനാണ് എന്ന് സമ്മതിക്കുക. കർത്താവ് പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കാം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയുടെ 2 ഭാഗങ്ങളിൽ രണ്ടാമത്തേത് ഇപ്പോൾ പറയുകയാണ്. ഒന്നാമത്തേത് അന്ന് പത്രോസിനെ കർത്താവ് വിളിക്കുമ്പോൾ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. അതായത് മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യരെ പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പൊതുജനത്തോട് സുവിശേഷം പറയുന്ന കാര്യമാണ്. അത് പത്രോസിനോട് നേരത്തെ പറഞ്ഞിരുന്നു. രണ്ടാമത് പറയുകയാണ്, എൻ്റെ ആടുകളെ മേയ്ക്കാം. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ, സുവിശേഷം കേട്ട് മനസാന്തരപ്പെടുന്ന ആളുകളെ സ്നാനപ്പെടുത്തുകയും വചനം പഠിപ്പിക്കുകയും യേശുവിൻ്റെ ശിഷ്യരാക്കുകയും ചെയ്യുന്ന കാര്യമാണ് ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. ദൃഢനെ പോലെ അവരോടുകൂടെ വസിച്ച് അവരെ പരിപാലിക്കുക. ഇത് ആഗോള സഭയുടെ കാര്യമല്ല എന്ന് പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടങ്ങളെ മേയിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഓരോ ശുശ്രൂഷകനും അവൻ്റെ വിചാരണയിലുള്ള അല്ലെങ്കിൽ ഇടവകയിലുള്ള ആ ആടുകളുടെ ഉത്തരവാദിത്തമാണുള്ളത്. ഈ ആടിനെ തീറ്റുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഒരു 100 ആടുകളിൽ കൂടുതലുള്ള ഒരു സംഖ്യയെ ഒരു ഇടയന് തീറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. പല ഇടയന്മാർ ചേർന്ന് ആയിരക്കണക്കായ ആടുകളെ തീറ്റുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു ഇടയൻ്റെ കീഴിൽ സാധാരണ ഒരു 100 ആടാണ് ഉണ്ടായിരിക്കുക. ഇവിടെ കർത്താവ് പറയുക, ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള, നിങ്ങളുടെ ഇടവകയിലുള്ള ആട്ടിൻകൂട്ടങ്ങളെ നോക്കിക്കൊള്ളുക. അപ്പോൾ ദൈവദാസന്മാർ തങ്ങളുടെ ഇടവകയിലുള്ള ആടുകളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആത്മീയ വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. അതാണ് പത്രോസ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം പത്രോസിന് മനസ്സിലായി. ലോകത്തെമ്പാടുമുള്ള സഭയുടെ ഉത്തരവാദിത്വം പത്രോസിനെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. പത്രോസിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് യോഹന്നാനും യാക്കോബും തോമാസും അല്ലെങ്കിൽ മറ്റ് ശിഷ്യന്മാരൊക്കെ. അവരൊക്കെ ഒരുപോലെ ത്യാഗം സഹിച്ച് ഇറങ്ങി വന്നവരാണ്. അപ്പോൾ സഭയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നേതൃത്വം ആ അപ്പോസ്തലന്മാർക്കല്ല, പത്രോസിനോ മറ്റും. അത് യേശു ജീവിക്കുകയല്ലേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നല്ലേ യേശു പറഞ്ഞത്. യേശു അദൃശ്യനായി ജീവിക്കുന്നു. യേശുവാണ് നായകൻ. യേശുവിന് ആഗോള സഭയെ നയിക്കാനുള്ള കഴിവുണ്ട്. അത് വേറെ ആരെയും ഏൽപ്പിക്കേണ്ട ആവശ്യം യേശുവിനില്ല. ഏൽപ്പിച്ചാൽ അത് സാധിക്കുകയുമില്ല. ആ യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, വൃത്തത്തിൽ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും സഭയുടെ കാന്തൻ, സഭയുടെ മണവാളൻ, സഭയുടെ തല അത് അദൃശ്യനായ ക്രിസ്തുവാണ്. എന്നാൽ നമുക്കുള്ളത് പ്രാദേശികമായിട്ടുള്ള ഇടവകകളുടെ മേലുള്ള അധികാരമാണ്. അതാണ് പത്രോസിനും മറ്റപ്പോസ്തലന്മാർക്കും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദൈവദാസന്മാർക്കും ഉള്ളത്. അതാ ഉദ്ദേശിക്കുന്ന 2 കാര്യം. ഒന്ന്, സുവിശേഷം പറഞ്ഞ് ആളുകളെ ദൈവത്തിങ്കലേക്ക് നയിക്കുക. അങ്ങനെ മാനസാന്തരപ്പെടുന്ന രക്ഷിക്കപ്പെടുന്ന ആളുകളെ ആത്മീയമായി വളർത്തുക. കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് അവരെ നയിക്കുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് വിട്ട് ഉപജീവനത്തിന് പോയ പത്രോസിനെ കർത്താവ് ഇവിടെ മടക്കി വരുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. കർത്താവ് ഒരിക്കലും നമ്മൾ തള്ളിക്കളയുകയോ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യുകയില്ല. നമ്മുടെ ബലഹീനത മനസ്സിലാക്കി വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു നല്ല ഇടയനാണ്, നേതാവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ ജനത്തെ സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.